ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം നമുക്കൊരു ടൈം പാസ്സല്ല, വീട് മൊത്തത്തിൽ വൃത്തിയും. അപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ക്ലീൻ ചെയ്തേക്കാം. ഈ കാണുന്നത് പകുതി സാധനങ്ങൾ എനിക്ക് കൊളാബ് കിട്ടിയതാട്ടോ. ആദ്യമൊക്കെ ഞാൻ നല്ല അടുക്കി പെറുക്കി വെക്കുമായിരുന്നു. ഇപ്പം പിന്നെ മൊത്തം കൊളായിട്ട് കിടക്കുകയാണ്. ഡ്രസ്സ് അവിടെയുണ്ട്, ബെഡ്ഷീറ്റ് എല്ലാം അപ്പം നമുക്ക് വൃത്തിയാക്കാം. ഈ ഒരു ബോക്സ് കിട്ടിയ സമയത്ത് ഞാൻ വീട്ടുകാരെ വെല്ലുവിളിച്ച ഇതിൽ മൊത്തം ഞാൻ കൊളാബ് സാധനം കിട്ടി വെച്ച് നിറയ്ക്കുന്നു കേട്ടോ പറഞ്ഞ്. പക്ഷേ മൊത്തം എന്തായാലും നിറഞ്ഞു കേട്ടോ. ബാക്കി ഈ സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ട് പോലുമില്ല. പിന്നെ കുറച്ച് ഹെയർ കെയർ സാധനങ്ങൾ മാത്രമേ അതൊക്കെ തീർന്നായിരുന്നു. നോക്ക്, ഇത് കൂടുതലും ഞാൻ എൻ്റെ അമ്മയുടെ തലയിൽ അടിച്ചാട്ടോ തീർത്ത്. ഞാൻ യൂസ് ചെയ്തെന്നാലും ഇത്തോടെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എടുത്തെടുത്ത് തീർത്തു. വെറുതെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു പരിപാടി കേട്ടോ ഇത്. അതിന് വെറുതെ ഇരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു സ്ലിംഗ് ബാഗ് ഉണ്ടാക്കണം തോന്നിയപ്പോൾ പഴയൊരു ജീൻസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു തുണി, എന്തോ എടുക്കാണ്ടിരുന്നൊരു തുണി. അപ്പം ഞാനെടുത്ത് അങ്ങ് ജസ്റ്റ് ധരിച്ചു. പിന്നെ മിഷൻ മൊത്തം കേടായി കിടപ്പാട്ടോ. അതുകൊണ്ട് ഈ കഷ്ടപ്പെട്ട് തുന്നി ഉണ്ടാക്കിയത് സാധനം പ്രത്യേകിച്ച് എടുക്കലൊന്നുമില്ല, വെറുതെ അവിടെ ഇരിക്കുന്നു. പിന്നെ കാണുമ്പോൾ ഒരു സുഖമല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാണുന്നത് എൻ്റെ ഒരു കലാസൃഷ്ടി കേട്ടോ. ഏതായാലും ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞിരുന്ന സാധനമായിട്ടൊന്ന് വർക്കൊന്നും ആവത്തില്ലായിരുന്നു. അപ്പം കണ്ടപ്പം ഞാൻ അത് ഒട്ടിച്ചെടുത്ത്. അപ്പം അതിനൊരു കുഴപ്പമില്ല. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ രാത്രിയൊക്കെ ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിടാം. അപ്പോൾ റൂം ഓൾമോസ്റ്റ് ഒക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എത്ര ദിവസം ഇരിക്കുമെന്ന് കണ്ടറിയിട്ട് വരും. രണ്ടുപേര് സുഖിച്ച് കിടന്നുറങ്ങുക കേട്ടോ. എൻ്റെ ശിഖുവാല മഴയത്ത് കിടന്നുറങ്ങ് അല്ലേ? ചൂടുപോയി നല്ല ഉറക്കവാലേ. പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് റൂമിൽ കൂടെ എല്ലാം ഞാൻ ആക്കി വെക്കുമായിരുന്നു. ഇപ്പം ആകെ 2 മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു വിശ്വാസമാണ്, ഞാനിങ്ങനെ പ്ലാന്റ്സ് വെക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ കുറച്ചൊക്കെ എനിക്ക് കൊളാബ് കിട്ടാൻ തുടങ്ങിയത്. ഞാൻ ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ആദ്യം ഒന്ന് നോക്കിയപ്പം 2 ഉറക്ക വാങ്ങി. 2 ഇവിടുന്ന് മാറ്റാണ്ട് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആദ്യം പോയി ചെയ്യുന്നത് കിച്ചണിലാണ് കേട്ടോ. അപ്പം കിച്ചണിൽ പൊതുവെ ഞങ്ങൾ അടുപ്പിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പം ചകിരിയും വിറകൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊടിയെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചാലും പിന്നെ ഒരു തുട കഴിയുമ്പോഴത്തേക്ക് അതിലെല്ലാം ചാരമാകും. പിന്നെ ഈ ഗ്യാസ് തുടയ്ക്കാന്ന് പറഞ്ഞാൽ ഈ എണ്ണമയം ഒന്നും പോകത്തില്ല. ദിവസം എനിക്ക് ഇത് തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ നോക്കി കുക്ക് ചെയ്താലും എങ്ങനെയും കുറച്ച് ഓയിലും എണ്ണയും എല്ലാം ആകും. ഈ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഏകദേശം അപ്പം ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ച് സമയം ആകിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പാത്രം അവിടെ കഴുകാനുണ്ടായിരുന്നു. അതായത് രാവിലെ ഉണ്ടാക്കിയതിൻ്റെയും പിന്നെ കഴിച്ചതിൻ്റെ. പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും സ്വന്തം പാത്രം കഴുകി വയ്ക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്, ആരും വലിച്ചു വാരിയിടത്തില്ല. പിന്നെ ബാക്കി കഴുകാനുള്ള കുറച്ചിതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വെച്ച്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടി തുടയ്ക്കുക. ഞാൻ പകുതി അടിച്ചു വാരിയിട്ടിട്ടായിരുന്നു കിച്ചൺ വൃത്തിയാക്കാൻ പോയത്. അപ്പം ഇനി എന്താ നമുക്ക് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈലല്ലേ, നമ്മൾ കുറേ നാളായതുകൊണ്ട് ഇപ്പോൾ കറയൊന്നും എത്ര ആക്കിയാലും പോകത്തില്ല. ഒരു പാടായിട്ട് അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. പിന്നെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം ഈച്ചയ്ക്ക് മറ്റേ സ്റ്റിക്ക് വെച്ചാലും എത്ര എണ്ണം ചത്തുപോയാലും പിന്നെ ഇഷ്ടം പോലെ ഈച്ച വരും. ഞാൻ എപ്പോഴും തിണ്ണ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാട്ടോ, തിണ്ണ തുടച്ച് കഴിഞ്ഞിട്ട് നേരെ ഹാളിലോട്ട് വരും. പിന്നെ ഹാളിൽ നിന്ന് നേരെ റൂമിലോട്ട് പോകും. അങ്ങനെ റൂം എല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഞാൻ കിച്ചൺ തുടയ്ക്കുന്നത്. എനിക്ക് കിച്ചൺ മാത്രം ഏറ്റവും വൃത്തിക്ക് തുടച്ച് വെക്കണം. എന്നെ എല്ലാം അവിടെ കിടന്നുറക്കമായിരുന്നു. ഇനി ഈറ്റങ്ങളെ ഒന്നും ഏൽപ്പിക്കാൻ പറ്റത്തില്ല, അവിടെ കിടന്നുറങ്ങും. ഞാൻ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തെങ്കിലും കൂടുതൽ സമയം പൂച്ചകളായിട്ട് അത് കയറി കിടന്നുറങ്ങുന്നത്. അങ്ങനെ എൻ്റെ അടിക്കലും തുടയ്ക്കലൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ കഴിഞ്ഞായിരുന്നു കേട്ടോ. എത്രയൊക്കെ തുടച്ചാലും ഒരു മഴ പെയ്താൽ മതി, പുറത്തുനിന്നുള്ള ചെളിയെല്ലാം അകത്ത് ചവിട്ടി കയറ്റും. പിന്നെ ഇവരെ പുറത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ബാക്കിയും കൂടെ ചെളിയാവും. അപ്പോൾ ഗൈസ്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനൊരു അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.